കണ്ണൂർ പയ്യന്നൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ യുവതിയും യുവാവും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. മാതമംഗലം സ്വദേശി അനിതയും വീട്ടുടമസ്ഥർ വീട് പരിപാലിക്കാൻ ഏൽപ്പിച്ച ആളുമാണ് മരിച്ചത്. കൊലപാതകത്തിന് ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. അനിലയെ കാണാനില്ലെന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവിച്ചത്? നികേഷ്, കണ്ണൂർ പയ്യന്നൂർ അന്നൂരിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുള്ളത്. അതായത് അന്നൂരിലെ ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ ഈ യുവതി, അതായത് പയ്യന്നൂർ മാതമംഗലം സ്വദേശി അനില കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിന് കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത്, അതായത് മാതമംഗലത്ത് തന്നെ മറ്റൊരു സ്ഥലത്താണ് ഈ പറയുന്ന ഈ വീട് നൽകാൻ ഈ വീട്ടുടമസ്ഥർ ഏൽപ്പിച്ചിരുന്ന വ്യക്തിയെ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത്. രണ്ടുപേരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നില്ല. അതായത് യുവതിയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ഈ പറയുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥർ ഈ വീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തി തൊട്ടടുത്തുള്ള മാതമംഗലത്ത് ആത്മഹത്യ നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. എന്തായാലും സംഭവത്തിൽ വലിയ തോതിലൊരു ദുരൂഹത ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കാരണം ആരാണ് ഇതിനകത്ത്, എങ്ങനെയാണ് ഈ യുവതി ഇവിടത്തേക്ക് എത്തിയത്? കാരണം ഈ യുവതി മാതമംഗലത്തുള്ള മറ്റൊരു ഭാര്യയും ഭർത്താവും താമസിക്കുകയായിരുന്നു. ഇവർക്ക് 2 മക്കളുമുണ്ട്. അപ്പോൾ ഈ യുവതി എങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ കൂടി ഈ വീട്ടിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൻ്റെ ഉടമസ്ഥർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു യാത്ര പോകുന്നതിൻ്റെ ഭാഗമായി ഈ വീട് പരിപാലിക്കുന്നതിന് വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയും അയാൾ ഈ വീട് പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായി ഈ വീട്ടിലെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ സമീപത്തുള്ള ഒരാൾ ഈ സംഭവത്തിൻ്റെ ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ തുടർച്ചയായിട്ടുള്ള കരച്ചിലുമൊക്കെ കേട്ടതിൻ്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തുകയും കാര്യങ്ങൾ അന്വേഷിച്ച സമയത്തുമാണ് ഇവിടെ ഈ പറയുന്ന വീടിൻ്റെ പിൻവശത്ത് അടുക്കള ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു യുവതി മരിച്ചു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. ഇവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള ചേട്ടാ, എന്തായിരുന്നു സംഭവം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക്? അടുത്തല്ല എന്തായാലും നിങ്ങൾ ഈ യുവതി ഇവിടെയുള്ള ആൾ ഈ പ്രദേശത്ത്? ഇല്ല, ഞാൻ ഈ പ്രദേശത്തുള്ള ആളല്ല. അല്ല, ഞാൻ അന്നൂർ ഭാഗത്ത്. എന്താ നിങ്ങളൊക്കെ നിങ്ങളെ ഇതിലൊരു ദുരൂഹത ഇപ്പോൾ നിൽക്കുകയാണല്ലോ? ഈ ദുരൂഹത നിലനിൽക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ബന്ധപ്പെട്ടവരൊക്കെ എത്തിയിട്ടുണ്ട്. പോലീസ് സംവിധാനങ്ങൾ, അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ അന്വേഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ മറ്റു ധാരണകളൊന്നുമില്ല. ദുരൂഹത നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. യുവതി ഈ പ്രദേശത്തുള്ള ആളാണോ? മനസ്സിലാക്കിയെടുത്തോളം അവർ മാതമംഗലത്തിനപ്പുറത്തുള്ള കോയിപ്ര എന്ന് പറയുന്ന ഭാഗത്താണെന്നാണ് അറിയുന്നത്. അത് സംബന്ധിച്ച് അവരുടെ മേലുവിലാസം സംബന്ധിച്ച് അവരുടെ എവിടെ താമസം കുറിച്ച് കൃത്യമായിട്ടൊന്നും ധാരണയില്ല. ഈ വീട്ടുടമസ്ഥർ ഇവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അല്ലേ? യാത്രയാണ് മനസ്സിലാക്കുന്നത്. അവരുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് മറ്റൊരാളെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനോട് ഏൽപ്പിക്കുക, പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒക്കെ കേട്ട അറിവ് മാത്രമാണ്, കൃത്യമായി അവരിൽ നിന്ന് മനസ്സിലാക്കിയതല്ല. പരിസരവാസികളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വിവരത്തിനനുസരിച്ച് അടിസ്ഥാനത്തിൽ അവരിവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അവരുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ആരെയോ ഏൽപ്പിച്ചു ആണ് ഈ മാതമംഗലത്ത് ആത്മഹത്യ അന്ന് പറയപ്പെടുന്നു. ഈ പറയുന്ന യുവതി എങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിയത് കാര്യത്തിലൊക്കെ ബന്ധപ്പെട്ടൊന്നും കൃത്യമായിട്ടൊന്നും പറയാനാവില്ല. ദുരൂഹത മാത്രമേ പറയാനുള്ളൂ. ഇതിൽ മറ്റൊന്നും പറയാനില്ല, വ്യക്തതയൊന്നുമില്ല. എന്തായാലും പോലീസ് ഇപ്പോഴും കാര്യമായ തോതിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്തൊരു ദുരൂഹതയുള്ളത് ഈ യുവതി ഇവിടത്തേക്ക് എത്തിയത് അങ്ങനെ, കാരണം യുവതിയുടെ വീട് മറ്റൊരു സ്ഥലത്തേക്കാണ്. പക്ഷേ യുവതി എങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത്തരത്തിൽ യുവതി മറ്റൊരു കുടുംബവുമായി ജീവിക്കുന്നൊരു സ്ത്രീയാണ്. അവർ മാതമംഗലത്ത് തന്നെ ഒരു 2 മക്കളും ഈ സ്ത്രീക്കുണ്ട്. അതിന് പുറമെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് യുവതിയെ ബലം പ്രയോഗിച്ച് ഇവിടത്തേക്ക് എത്തിച്ചതാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീട്ടുടമസ്ഥർ വീട് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്, അല്ല ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്ത് ശ്രദ്ധയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇവരുമായി എന്തെങ്കിലും ഈ 2 മരണങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിൽ കൂടി ഒരു ദുരൂഹത ഇതിനകത്ത് ബാക്കി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.